എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം, ഹൃദയപൂർവ്വം സ്വാഗതം കേട്ടോ. പിന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നൂൽപുട്ടാണ്. ഇടിയപ്പം, നൂൽപുട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാൽ തുടക്കക്കാരായ ആളുകൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ തുടക്കക്കാർക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കറാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. നമുക്കൊരു കുക്കർ വേണം. ആ കുക്കറിലേക്ക് നമ്മൾ ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, ഈ ഒരു കപ്പ് നമ്മൾ ഏത് പാത്രത്തിനാണോ പൊടിയെടുക്കുന്നത് അതേ പാത്രത്തിന് പിന്നെ എടുക്കുന്നതിൻ്റെ ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് നമ്മൾ പൊടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം അങ്ങനെയുള്ള അളവില്ല. ഞാനിപ്പോൾ 2 കപ്പ് പൊടി എടുക്കുന്നുണ്ട്, അതിലേക്ക് 3 കപ്പാണ് വെള്ളം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം 1 കപ്പ് പൊടിക്കുള്ള 1.5 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് പൊടി വെച്ചാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ 1.5 കപ്പ് വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഏത് കപ്പിലാണോ പിന്നെ പൊടി എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അതേ കപ്പ് തന്നെ വെള്ളം എടുക്കാനായിട്ട് യൂസ് ചെയ്താൽ മതി. ഈ വെള്ളത്തിലേക്ക് കുക്കറിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് എപ്പോഴും ഒരല്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി ഒരല്പം ഒന്ന് പൊന്തി നിൽക്കണം ഉപ്പ്, എന്നാലാണ് ആ ഡോവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഈ ഒരു കപ്പാണ് ഞാൻ വെള്ളം എടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കപ്പ് തന്നെയാണ് നമ്മൾ പൊടി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്പവും അതുപോലെ തന്നെ നൂൽപുട്ടും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന വളരെ നൈസായിട്ടുള്ള പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആദ്യം നമ്മൾ 1 കപ്പ് നെയ്ക്കൊക്കെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പൊടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു 1 കപ്പ് പൊടി. ഇനി 1 കപ്പ് പൊടിയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആ കപ്പിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം തന്നെ നമ്മളൊന്ന് തയ്യാറാക്കി എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള വെള്ളം ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. വളരെ ചെറിയ പോർഷനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മരത്തിൻ്റെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന പൊടി മുഴുവനും തീരുന്നത് വരെ ചെറിയ പോർഷനായിട്ട് കുറച്ച് ഭാഗമായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക. അത് നമ്മൾ അപ്പം തന്നെ മരത്തിൻ്റെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ഡോവായിട്ട് ഈ ഒരു തിളച്ച കുക്കറിലുള്ള വെള്ളം ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നന്നായിട്ട് കണ്ടില്ലേ, ഈ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കുള്ള പൊടിയൊന്ന് നനഞ്ഞൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നതിന് ശേഷം ഇനിയാണ് നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ. എല്ലായിടത്തേക്കാക്കി ഇനി നമ്മളിതിലേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് സമയത്തേക്ക് നമ്മൾ ഈ കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ആവിയെല്ലാം അതിൽ നിന്നിട്ട് ഇപ്പോൾ തീയെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫാണ്. നമ്മൾ പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഈ ഡോവ് അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. എന്നാൽ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 2 കപ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരുമിച്ച് കുഴച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ചൂട് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയൊരു പോർഷനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്ര ഒരു പോർഷൻ ആദ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. ഇത് കുഴയ്ക്കുന്നതൊന്നും കാണിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കൈ തന്നെ ഫോൺ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ പരിമിതികൾ ഉണ്ടാകും, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതുകൊണ്ടാണ് എനിക്കതെല്ലാം തന്നെ നിങ്ങൾ കാണിച്ചു തരാനായിട്ട് പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 3 പോർഷനാക്കിയിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കുഴച്ചെടുത്തു. നമ്മുടെ ഇഡലി ഉണ്ടാക്കുന്ന തട്ടിലേക്ക് ഇതുണ്ട് തേങ്ങയിട്ട് ആവശ്യത്തിന് തേങ്ങയിട്ട് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ നമ്മൾ ഡോവ് ഇഡലി ഈ ഒരു നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ടതിന് ശേഷം ആ ഡോവ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തത് ഇതുപോലെ എടുത്തു. ആവി കയറ്റി എടുത്തപ്പോൾ നല്ല കിഡിലനായിട്ടുള്ള നൂൽപുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇഡലിച്ചെമ്പൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഇഡലിച്ചെമ്പ് ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഈ ഇഡലിച്ചെമ്പിൻ്റെ തട്ടിലേക്ക് ഈ ഒരു നൂൽപുട്ട് പിഴിഞ്ഞൊഴിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ ഒരു ഇല എടുത്തിട്ട് ഇലയിലേക്ക് തേങ്ങയിട്ട് ആ ഇലയിലേക്ക് തന്നെ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഒരു പാത്രത്തിൽ ആവി കയറ്റി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതുണ്ടോ
നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഇടിയപ്പം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താ പറയണ്ടേ, സാധാരണ അളവിലാണെങ്കിൽ നമ്മൾ തുടക്കക്കാരായ ആളുകൾക്ക് വളരെ ശ്രമകരമാണ് ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടി പോവും, അപ്പോൾ അത് ഹാർഡായി പോവും. ചിലപ്പോൾ ഈ ഒരു പ്രസ്സിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര തന്നെ ഞെക്കിയാലും അത് എന്താ പറയുക, ഇടിയപ്പം പുറത്തോട്ട് വരാത്തൊരു സ്ഥിതി ഉണ്ടാവും. ചിലപ്പോൾ ഈ നൂലിങ്ങനെ കട്ട് ചെയ്ത് പോണ പോലെ ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു നല്ലൊരു പരിഹാരമാണ് ഈ ഒരു കുക്കർ ടിപ്പ് കേട്ടോ. അപ്പോൾ ഇതറിയാത്തവരായിട്ടുള്ള ആളുകളും തുടക്കക്കാരായ ആളുകൾക്കും തയ്യാറാക്കി നോക്കാനും നല്ല സോഫ്റ്റായ ഇടിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിൻ്റെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നമ്മളിന്ന് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോലെ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.